വീഡിയോയുടെ കോണ്ടന്റ് എന്നുള്ളത് ശരിക്കും ഇന്നലെ നടന്നൊരു സംഭവമാണ്. കാസർഗോഡ് എക്സ്പാട്രിയേറ്റ് അസോസിയേഷൻ, അതായത് കുവൈറ്റിലെ ഒരു മികച്ച അസോസിയേഷനാണ്. കാസർഗോഡ് ജില്ലയെ റെപ്രസെൻ്റ് ചെയ്യുന്നു എക്സ്പാട്രിയേറ്റ്സിൻ്റെ കൂട്ടായ്മയാണ്. സോ ഇവിടെ ഒരു സെഷൻ കൊടുത്തിരുന്നു. ആ സെഷൻ്റെ കോണ്ടന്റ് എന്നുള്ളത് പ്രവാസികളുടെ തിരിച്ചുപോക്കും അതോടൊപ്പം അവർക്ക് സമ്പാദ്യശീലം കൂട്ടാനുള്ള കാര്യങ്ങൾ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതോടുകൂടി അല്ലെങ്കിൽ അതോടൊപ്പം എനിക്കും ഒരു മോട്ടിവേഷൻ ആകുമല്ലോ എന്ന് വിചാരിച്ചാണ് ആ ഒരു സെഷൻ എടുക്കാൻ തീരുമാനിച്ചത്. അവിടെ വീഡിയോ റെക്കോർഡിങ്ങിന് ക്യാമറ കൊണ്ടുപോയി കംപ്ലീറ്റ് സെറ്റ് ചെയ്തു, പക്ഷേ റെക്കോർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പറ്റിയില്ല. സോ അങ്ങനെ ആ ഒരു സെഷൻ ലൈവായി റെക്കോർഡ് ചെയ്യാനും പറ്റിയില്ല. സോ സെയിം കോണ്ടൻ്റാണ് എനിക്ക് ഇവിടെ ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഏതൊരു പ്രവാസിയും കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ അവരുടെ നാട്ടിന് പുറത്ത് കാല് വെച്ചാൽ ആദ്യം ചെയ്യുന്ന കാര്യമെന്നുള്ളത് തിരിച്ചു പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ തിരിച്ചുപോക്ക് പലപ്പോഴും സംഭവിക്കാറില്ല എന്നുള്ളതാണ്. ഒരു വർഷത്തേക്ക് വന്നവരാണ് 2, 3, 4, 5, 10, 20 ചിലപ്പോൾ മരിക്കുന്ന പ്രവാസിയായിട്ട് തന്നെ തുടരുന്ന ഒരു സിറ്റുവേഷനാണ്. പ്രവാസം ഒരു പ്രയാസം എന്ന് പറയാറുണ്ട്. ഏതായിരുന്നാലും ഇങ്ങനെ ഒരു തിരിച്ചുപോക്ക് പ്ലാൻ ചെയ്യുക എന്നുള്ളത് ഏത് സമയത്തേക്കാളും കൂടുതൽ ഇന്ന് വളരെ പ്രസക്തമാണ്. സോ നമുക്ക് ഇന്ന് മനസ്സിലാക്കാനുള്ളത് ഇങ്ങനെ ഒരു തിരിച്ചുപോക്കിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. എല്ലാവരും സമ്പാദ്യശീലവുമായി ബന്ധപ്പെട്ട ഫിനാൻസ് റിലേറ്റഡ് കാര്യങ്ങളാണ് ചർച്ച ചെയ്യാറും ശ്രദ്ധിക്കാറും. പക്ഷേ കാശ് മാത്രം മതി, ചില ഘടകങ്ങൾ കൂടുതലുണ്ട്. സോ നമുക്ക് എൻ്റെ ഡിസ്കഷനെ 5 കാര്യങ്ങളിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൽ ആദ്യത്തെ കാര്യമെന്നുള്ളത് ടൈമാണ്, സമയമാണ്. സോ ഒരു ശരാശരി വ്യക്തിയുടെ ജീവിതത്തിൽ 30,000 ഡേയ്സ്, അതായത് 30,000 ദിവസങ്ങളാണുള്ളത്. അതായത് 82 ഇയേഴ്സ് ആ വ്യക്തി ജീവിക്കുന്നു എന്ന ഒരു സിറ്റുവേഷൻ വെച്ചിട്ടാണ് ഈ പറയുന്നത്. നേരെ മറിച്ച് 30 വയസ്സ് ഓൾറെഡി റീച്ച് ചെയ്ത ഒരാൾക്ക് 11,000 ഡേയ്സ്, അതായത് 11,000 ദിവസം ഓൾറെഡി കഴിഞ്ഞു. പിന്നീട് മുമ്പോട്ടുള്ളത് 19,000 ഡേയ്സാണ്. നമ്മളിൽ എത്ര പേർ 82 വരെ ജീവിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്, ഗിവൺ ദ ലൈഫ് സ്റ്റൈൽ ആൻഡ് ദ ഫുഡ് സ്റ്റൈൽ ആൻഡ് അതർ സിറ്റുവേഷൻസ് ആണ്. സോ സമയം എന്നുള്ളത് വളരെ പ്രീഷ്യസ് ആണ്. നമ്മുടെ ജീവിതത്തെ സമ്പാദ്യം വെച്ച് അല്ലെങ്കിൽ സേവിങ്സ് വെച്ച് അളക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന സമയമാണ് അവിടെ മെയിനായിട്ടുള്ള ഒരു നെഗറ്റീവ് ഫാക്റ്റ് എന്നുള്ളത്. അതായത് നമ്മുടെ പ്രതിമാസ സാലറി മൾട്ടിപ്ലൈഡ് നമ്പർ ഓഫ് ഡേയ്സ് അല്ലെങ്കിൽ മന്ത്സ് അല്ലെങ്കിൽ ഇയേഴ്സ് ആണ് സമ്പാദ്യമെന്ന് നാം പൊതുവെ ജോലിയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നത്. പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നത് വിലയേറിയ സമയമാണ്. യങ് ഏജിലാണ് ക്രിയേറ്റിവിറ്റി കൂടുതലായിട്ടുള്ളത്, അതായത് ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ്. അതിനുശേഷം പിന്നെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി അങ്ങനെ പല കാര്യങ്ങളും വരും. പിന്നീട് ക്രിയേറ്റിവിറ്റി കുറഞ്ഞു വരുന്നു. സോ വിജയ സാധ്യതകളും കുറഞ്ഞു വരുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പല പഠനങ്ങളും അതാണ് തെളിയിക്കുന്നത്. സോ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് കാശിനേക്കാളും ഇമ്പോർട്ടൻസ് വേണ്ടത് സമയത്തിനാണ്. സോ എങ്ങനെ സമയം ചെലവഴിക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റാണ്. ഒരു പ്രവാസിയുടെ ജീവിതത്തിൽ ഈ സമയം എന്നുള്ളത് ഒരു ക്രിട്ടിക്കൽ എലമെൻ്റാണ്. കാരണം അവരുടെ കയ്യിൽ ആവശ്യത്തിലധികം സമയമുണ്ട്. അധികം ആൾക്കാരും ഫാമിലിയിൽ നിന്ന് വിട്ടുനിന്ന് ഇവിടെ ജീവിക്കുന്നത് കൊണ്ട് തന്നെ ആ ഫാമിലി ടൈം എന്നുള്ളത് അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. നമുക്കറിയാം ഫാമിലി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം തന്നെയാണ്. ഫാമിലി ഇല്ലാതെ ജീവിക്കുക എന്നുള്ളത് അങ്ങനെ ജീവിച്ചവർക്ക് അറിയൂ എന്നുള്ളതാണ് സത്യം. ഏതായിരുന്നാലും നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം. ഇവിടെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഹെൽത്ത് എന്നുള്ളത്, ഫുഡ് സ്റ്റൈൽ, ലൈഫ് സ്റ്റൈൽ, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് പല കാര്യങ്ങൾ. സോ നേരത്തെ പറഞ്ഞ 82 എന്നുള്ള ആ ഒരു മൈൽ സ്റ്റോൺ എത്തിച്ചേരുക എന്നുള്ളത് ലക്ക് ഫാക്ടറാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്നത് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂ തന്നെയാണ്, ഫുഡ് റിലേറ്റഡ് കാര്യങ്ങൾ തന്നെയാണ്. സോ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഹെൽത്തിൻ്റെ കാര്യത്തിൽ, ജീവിതചര്യയുടെ കാര്യത്തിൽ, രാവിലെ എത്ര മണിക്ക് എണീക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു, ഏത് രീതിയിലുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത്, അങ്ങനെ പല കാര്യങ്ങളും. സോ അതൊക്കെ ഒരു വ്യക്തിയുടെയും സ്വാതന്ത്ര്യമാണ്.
ഏതായിരുന്നാലും ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് ഈവൻ ഫിനാൻസും സമയവും എന്തുണ്ടായാലും അത് ഉപകാരപ്രദമാകൂ എന്നുള്ളതാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ പോയിന്റിലേക്ക് വരാം. ഇവിടെയാണ് വാല്യൂ എന്ന് പറയും, അതായത് വാല്യൂസ്. നിങ്ങൾ വാല്യുബിൾ ആകുക എന്നുള്ളത്. വാല്യുബിൾ ആകുക എന്നുള്ളതിന് വേറൊരർത്ഥം യൂസ്ഫുൾ ആകുക എന്നുള്ളത് കൂടിയാണ്. നിങ്ങൾക്ക് തന്നെ യൂസ്ഫുൾ ആയിരിക്കണം, ബാക്കിയുള്ളവർക്കും യൂസ്ഫുൾ ആയിരിക്കണം. എങ്കിൽ മാത്രമേ അവർ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള റിസോഴ്സ് ഗ്യാദർ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. റിസോഴ്സ് എന്ന് പറയുമ്പോൾ വെൽത്തും അതിൽ ഉൾപ്പെടുന്നുണ്ട്. സോ എഡ്യൂക്കേഷൻ ഒരു കാര്യമാണ്. എഡ്യൂക്കേഷൻ അറിവ്, നോളജ് സമ്പാദിക്കാനുള്ള കാര്യമാണ്. രണ്ടാമത്തേത് എന്നുള്ളത് സ്കില്ലാണ്, ട്രെയിൻ ചെയ്ത് ഒരു പ്രത്യേക കാര്യം ചെയ്യാനുള്ള കഴിവാണ്. മൂന്നാമതായിട്ടുള്ളതാണ് നിങ്ങളുടെ ടാലൻ്റാണ്. സോ ഓരോ വ്യക്തിക്കും ഓരോ ടാലൻ്റ് ഉണ്ടാകും. പല വ്യക്തികളും അത് കണ്ടെത്തും, ചില വ്യക്തികൾ കണ്ടെത്തില്ല. മരിക്കുന്നതോടുകൂടി അവരുടെ കല്ലറയിൽ അടക്കപ്പെടുകയും ചെയ്യും. സോ ഇങ്ങനെ കണ്ടെത്താതെ പോകുന്ന പല ടാലൻറ്റുകളുണ്ട്. സോ നമ്മുടെ മെയിൻ എയിം എന്നുള്ളത് ആ ടാലൻറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മുടെ അകത്ത് ഒളിഞ്ഞിരിക്കുന്ന ആ ടാലൻറ്റ് കണ്ടെത്തുക. നമ്മുടെ മക്കളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട ആൾക്കാരാണെങ്കിൽ അവരെയും ടാലൻറ്റ് കണ്ടെത്താൻ സഹായിക്കുക എന്നുള്ളതാണ്. സോ ഇങ്ങനെ ഇൻബോൺ ആയിട്ട് കിട്ടിയ ഈ കഴിവ് തീർച്ചയായിട്ടും നിങ്ങളുടെ അകത്ത് ഒളിഞ്ഞു കിടക്കുന്ന നിധിയാണ്, ട്രഷറാണ്. അത് കണ്ടെത്താൻ പറ്റിയ യു ക്യാൻ എക്സൽ. സോ അതിനെ പിന്നീട് തീർച്ചയായിട്ടും കൂടുതൽ ഹാർനസ് ചെയ്ത് നെക്സ്റ്റ് ലെവലിൽ എത്തിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരമുണ്ടാകും. ചില ആൾക്കാർ പാട്ട് പാടും, ചില ആൾക്കാർ വരക്കും, ചില ആൾക്കാർക്ക് റിപ്പയറിങ് കാര്യങ്ങളിലായിരിക്കും താല്പര്യം, ചില ആൾക്കാർക്ക് സ്പോർട്സ് ആയിരിക്കും. അങ്ങനെ പല മേഖലകളുമുണ്ട്. സോഷ്യലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരുണ്ട്, അത് അവരുടെ ടാലൻ്റ് ആയിരിക്കും. സോ ടാലൻറ്റിനെ നമുക്കൊരു പ്രത്യേക കാര്യം കൊണ്ട് ലിമിറ്റ് ചെയ്യാനും പറ്റില്ല. സോ ഇതാണ് വാല്യൂസുമായി ബന്ധപ്പെട്ട് നിങ്ങളെ വാല്യുബിൾ ആക്കാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. സോ ഒരു എക്സ്പാട്രിയേറ്റിന് ഇങ്ങനെയൊരു ടാലൻറ്റ് കണ്ടെത്താനുള്ള സമയമുണ്ട്. ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കുന്ന സമയത്ത് സെൽഫ് റിഫ്ലക്റ്റ് ചെയ്ത് അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഒരു പുസ്തകം ഞാൻ എഴുതിയിരുന്നു, സ്റ്റാർട്ട് ഫ്രം യു. തീർച്ചയായിട്ടും ആ പുസ്തകം ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുള്ളത്. താല്പര്യമുള്ള കൂട്ടുകാർക്ക് വായിച്ച് അതിൽ നിന്ന് ഹെൽപ്പ് നേടാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ. ഇനിയുള്ളത് നാലാമത്തതാണ് നെറ്റ്വർക്കിംഗ് ആണ്, കണക്ഷൻസ് ആണ്. ഹ്യൂമൻ ബോണ്ടിങ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയ തലമുറയിൽ ഈ രീതിയിലുള്ള ഹ്യൂമൻ ബോണ്ടിങ് നടക്കുന്നില്ല എന്നുള്ളത് വളരെ അൺഫോർച്ചുനേറ്റ് ആണ്, നിർഭാഗ്യകരമാണ്. സോ KEA, അതായത് കാസർഗോഡ് എക്സ്പാട്രിയേറ്റ് അസോസിയേഷൻ പോലുള്ള സംഘടനകൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റിയാണ് തരുന്നത്. സോ ഏത് സംഘടനയായാലും അതിന് ഐഡിയോളജിക്കൽ ഇൻക്ലിനേഷൻസ് ഉണ്ടാകും. അതിലുപരി ഒരു കൂട്ടം ആൾക്കാരുമായി ബന്ധപ്പെടാനുള്ള സാഹചര്യമാണ്. അതല്ല സോഷ്യൽ മീഡിയ ആണെങ്കിൽ അങ്ങനെ അവിടെയും ആൾക്കാരെ, പുതിയ രീതിയിലുള്ള ആൾക്കാർ ബന്ധപ്പെടാൻ നിങ്ങളുടെ ഐഡിയോളജിയോ ലൊക്കേഷനോ അല്ലെങ്കിൽ ഏത് ലിമിറ്റേഷനും കൂടാതെ ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യമാണ്. ആ ഒരു അവസരം മുതലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഇനി നമുക്ക് സോഷ്യലൈസ് ചെയ്തു, ആ കണക്ഷൻസിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ലഭിച്ചു. ഓപ്പർച്യൂണിറ്റിക്ക് മാത്രമല്ല കണക്ഷൻസ് ഉണ്ടാക്കേണ്ടത്, മറിച്ച് നേരത്തെ പറഞ്ഞ ബീങ് യൂസ്ഫുൾ എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അഞ്ചാമത്തെയും അവസാനത്തെയുമായ കാര്യമാണ് ഫിനാൻസ് എന്നുള്ളത്. ഫിനാൻസ് എന്ന് പറയുമ്പോൾ സമ്പാദ്യം. സോ സേവിങ്സ് മാത്രമല്ല, സേവിങ്സ് നമുക്കറിയാം ഇൻഫ്ലേഷൻ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പല എഫക്റ്റും വരുന്നില്ല എന്നുള്ളതാണ്. ബാങ്കിൽ സേവ് ചെയ്ത് പലിശ തിന്ന് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷേ അത് എഫക്റ്റീവ് അല്ല. മറിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു നിഷ് ഉണ്ടാവും, ഒരു ടാലൻറ്റഡ് ഏരിയ ഉണ്ടാവും, സ്കിൽ ഏരിയ ഉണ്ടാവും, അക്യൂർ ചെയ്ത സ്കില്ലനുസരിച്ച്. സോ ആ നേരത്തെ പറഞ്ഞ വാല്യുബിളിൻ്റെ തുടർച്ചയാണ് ഈ ഭാഗം എന്നുള്ളത്. സോ ഫിനാൻസ്, കാശുണ്ടാക്കിയാൽ മാത്രം പോരാ, ആ കാശിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ യൂസ്ഫുള്ളായ രീതിയിൽ, നിങ്ങൾക്ക് മാത്രമല്ല സമൂഹത്തിനും യൂസ്ഫുള്ളായ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. സോ അതിൽ കൂടി നിങ്ങൾക്ക് ആ ഫിനാൻസ് ഫാക്റ്റ് കൂടി തീർച്ചയായിട്ടും സോർട്ട് ഔട്ട് ചെയ്യാം. സോ ഒരു രീതിയിൽ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്നുള്ള ഒരു പുസ്തകമുണ്ട്, വളരെ യൂസ്ഫുള്ളാണ്, ഇൻസൈറ്റ്ഫുള്ളാണ്. ആ പുസ്തകം വായിച്ചാൽ നിങ്ങളുടെ ചിന്താരീതിയിൽ പല മാറ്റങ്ങളും വരും. പുസ്തകത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളണമെന്നല്ല, മറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ പല കാര്യങ്ങളും ചെയ്യാൻ അതൊരു മോട്ടിവേഷൻ നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. സോ ഫ്രണ്ട്സ്, ഇതാണ് ഒരു എക്സ്പാട്രിയേറ്റിന് തിരിച്ചു പോകാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത്. പക്ഷേ ഒന്നുകൂടി നിർത്തി ചിന്തിച്ചാൽ ഇത് എക്സ്പാട്രിയേറ്റ്സിന് മാത്രമല്ല എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന കാര്യമാണ്. ആദ്യത്തേതായിരുന്നു ടൈം, രണ്ടാമത്തേതായിരുന്നു നമ്മുടെ ഹെൽത്ത് എന്നുള്ളത്,
മൂന്നാമത്തേതായിരുന്നു വാല്യൂസ്, നാലാമത്തേതായിരുന്നു കണക്ഷൻസ് നെറ്റ്വർക്കിംഗ്, അഞ്ചാമത്തത് ഒബ്വിയസ്ലി ഫിനാൻസ് ആയിരുന്നു. സോ ഈ 5 ഡയമെൻഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, കൺസിഡർ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും മറക്കരുത്. ഇന്നലെ മിസ്സായി റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ ഇന്ന് ചെയ്യുന്നു. So that you can also share your valuable thoughts. Thank you for watching. Have a great day.